السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ യുക്തിവാദികളും സർവമത സത്യവാദികളും അവരുടെ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ കാഴ്ച, ആളുകളുടെ ദൃഷ്ടി അവരിലേക്ക് പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോൾ വിഡ്ഢിത്തമാണ് അവർ വിളിച്ചു പറയുന്നത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതുമാണ്. സ്വന്തം മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിക്കുന്നവരാണ് അവർ എന്ന് സ്വന്തം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈയടുത്ത് CH മുസ്തഫ മൗലവി അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഈ ഹദീസുകളൊക്കെ എന്താണ്? പ്രവാചകൻ എന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു ഇന്നലിൽ മൗത്തിന സക്കറാത്ത്. ഇന്നലിൽ മൗത്തിന സക്കറാത്ത് എന്താണ് ആ പദത്തിന്റെ അർത്ഥം? മരണം ഒരു ലഹരിയാകുന്നു. ഇവർ പറയും ഇന്നലിൽ മൗത്തിന സക്കറാത്ത്, മരണം ഭയങ്കരമായ വേദനയുള്ള സംഗതിയാണെന്ന് പറയും. സക്കറാത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? സുഖാറ, സക്രാൻ എന്നൊക്കെ പറയുന്നത് ലഹരി എന്നാണ്. പഞ്ചസാരക്ക് സുഖർ എന്നാണ് പറയുക, ലഹരി എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നലിൽ മൗത്തിന സക്കറാത്ത്, മരണത്തിന് ലഹരിയുണ്ട് പ്രവാചകൻ പറയുന്നു. പ്രവാചകൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം പ്രവാചകൻ ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ കണ്ടയാളാണ്. അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. മരണമെന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. കള്ളു കുടിക്കുന്നത് പോലെ, കള്ളു കുടിച്ചുണ്ടാകുന്ന മത്ത് വരുന്നത് പോലെയാണ് അവനിലേക്ക് മരണം വരിക. ഒരു വേദനയും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് പറയുന്നത് പ്രവാചകൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. നമ്മൾ പറയുന്ന ആശയങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സുഖാറ എന്നൊക്കെ പറഞ്ഞാൽ അത് ലഹരിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഒന്നാമതായി അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇത്തരം വാദങ്ങൾ ഒരു രോഗിയുടെ എടുത്തു പോയിട്ടോ അല്ലെങ്കിൽ അത്തരക്കാരുടെ കുടുംബക്കാരോടോ ഒരിക്കലും തങ്ങൾ പറയരുത് എന്നാണ് പറയാനുള്ളത്. സ്വന്തം തടി രക്ഷപ്പെടുത്താനെങ്കിലും അത് അവിടെ ഒഴിവാക്കണം എന്നാണ് മനസ്സിൽ നിന്ന് തങ്ങളോട് പറയാനുള്ളത്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മരണത്തിന് വേദനയില്ല എന്ന് ഒരു മനുഷ്യന് പറയാൻ സാധിക്കുമോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും മരണം കണ്ടവരാണ്. മരണം മുന്നിൽ മരണവെപ്രാളത്തോടുകൂടെ കിടക്കുന്ന രോഗികളെ നമ്മൾ കണ്ടവരാണ്. ഹോസ്പിറ്റലുകളിൽ അത്തരം രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ക്യാൻസർ രോഗികളെ കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട വീഡിയോ. രണ്ടാമതായി അദ്ദേഹത്തോട് പറയാനുള്ളത്, താങ്കൾ അറബി ഭാഷ പഠിക്കണം. ഒരു ഭാഷ പഠിക്കാതെ സംസാരിക്കുമ്പോൾ, ആ ഒരു ഭാഷയുടെ അർത്ഥം വെക്കുമ്പോൾ വലിയ വിപത്തുകളാണ് വരാറുള്ളത്. സാധാരണ തജ്വീദ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കൽബ് എന്ന് പറയുന്നത് നായയാണ്. എന്നാൽ ആ ഒരു അക്ഷരം മാറി ഖാഫായി കഴിഞ്ഞാൽ ഖൽബ് എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം വലിയ വലിയ പൊട്ടത്തരങ്ങൾ സംഭവിക്കാൻ അറബി ഭാഷ പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട്. അതുകൊണ്ട് അറബി ഭാഷ പഠിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മളതിൻ്റെ വസ്തുതയിലേക്ക് നോക്കുമ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത അറബി മലയാളം ഡിക്ഷണറി, നമ്മുടെ നാട്ടിൽ പ്രസിദ്ധിയാർജിച്ച ഒരു ഡിക്ഷണറിയാണ് അൽ മൻഹൽ. മുഹമ്മദ് അബ്ദുസ്സലാഹ് ബാഖവി
അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രൊഫസർ വി മുഹമ്മദ് മൗലവി, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രചിച്ച ഒരു ഡിക്ഷണറിയാണ് അൽ മൻഹൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ അറബി ഡിക്ഷണറികളെ അവലംബിച്ചുകൊണ്ട്, അറബികൾ തന്നെ രചിച്ചിട്ടുള്ള അറബി ഡിക്ഷണറികളെ അവലംബിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഡിക്ഷണറിയാണ് അൽ മൻഹൽ. ധാരാളം പഠിച്ച് മനസ്സിലാക്കി അതിനെ അവലംബമാക്കി ഉണ്ടാക്കിയ ഡിക്ഷണറിയാണ് അൽ മൻഹൽ. നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രസിദ്ധി ആർജിച്ച ഡിക്ഷണറിയാണ്. ആ ഒരു ഡിക്ഷണറിയിൽ ഇതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. സക്കിറ യസ്കറു എന്ന പദം കൊടുത്തതിന് ശേഷം ആ ഒരു വസ്നിൽ താഴെ വരുന്ന ആ ഒരു പദത്തിൻ്റെ ആ ഒരു ക്രിയയുടെ താഴെ വരുന്ന പദങ്ങളെല്ലാം അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ ലിസ്റ്റ് ചെയ്യുന്നത് സക്രത്ത് എന്ന പദം. സക്രത്ത് എന്ന പദം അവർ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത് വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയാണ് അർത്ഥം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മരണത്തിന് വേദനയുണ്ട് എന്നത് തന്നെയാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യത്തെ പ്രവാചകൻ്റെ ഉദ്ധരണി വെച്ച് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറബി അറിയില്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇനി മുഅ്ജമുൽ ഖിന എന്ന ഒരു അറബി ഡിക്ഷണറി, അറബിയിലേക്ക് തന്നെ എഴുതിയിട്ടുള്ള ഒരു ഡിക്ഷണറിയാണ് മുഅ്ജമുൽ ഖിന. അതിൽ പറയുന്നുണ്ട്, ഇഷ്തദ്ദ അലൈഹി സക്രത്തുൽ മൗത്ത്, അവന് സക്രത്തുൽ മൗത്ത്, മരണത്തിൻ്റെ വെപ്രാളം, മരണത്തിൻ്റെ വേദന അവന് കഠിനമായി എന്നൊക്കെ അതിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സക്രത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നെല്ലാം ആണ് എന്ന് നമുക്ക് തീർച്ചയായിക്കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംശയവുമില്ലാതെ നമുക്കത് തന്നെയാണ് അതിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നത്. ഇനി ഖുർആനിലും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, അവൻക്ക് സക്രാത്തുൽ മൗത്ത്, മരണത്തിൻ്റെ വെപ്രാളം അവനിലേക്ക് വന്നെത്തിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടെ മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നലിൽ മൗത്തി ലസക്രാത്ത് എന്ന പദം സക്രത്ത് എന്നതിൻ്റെ ജംഅ് ബഹുവചനമായി കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതിനെയാണ് അദ്ദേഹം കോട്ടിമാറ്റിക്കൊണ്ട് സുക്കാറ, ലഹരിയാണ് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ആദ്യത്തിൽ പറയുന്നുണ്ട്, ഖബറിനെ നിഷേധിച്ചുകൊണ്ട്, ഖബർ ശിക്ഷയൊന്നുമില്ല എന്നതിനെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം വാക്കുകൾ പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം പറയാണ്, മരണം ലഹരിയാണ്, മരണത്തിന് വേദനയൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവരുടെ പൊട്ടത്തരങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഖബറിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ അതിലൊരു സൂചനയുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എന്നാൽ ഖുർആനിലെ സൂറത്തു തക്കാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്, അൽഹാക്കുമുത് തക്കാസുർ, പരസ്പരം വീമ്പിളക്കുന്നവർക്ക് നാശം, ഹത്താ സുർത്തുമുൽ മഖാബിർ, അവർ അവരുടെ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അഥവാ ഖബറിടത്തിലേക്ക് എത്തുന്നത് വരെ. കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും നിങ്ങളത് അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും പിന്നെയും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു ഇൽമ് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജഹീം എന്ന നരകം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറയുന്നുണ്ട്. ലതറവുന്ന, ലതഫ്അലുന്ന എന്ന പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും സംഭവിക്കും, ഒരിക്കലും ഒരു സംശയവുമില്ല എന്നതിനാണ് ലതറവുന്ന, ലതഫ്അലുന്ന എന്നൊക്കെയുള്ള ആ ഒരു വസ്നിൽ, ആ ഒരു രീതിയിൽ പ്രയോഗിക്കാറുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖബർ ശിക്ഷ ഉണ്ട് എന്നതാണ്, നരകശിക്ഷ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇവരുടെ പൊട്ടത്തരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഇത്തരം വാദങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.